ഓറഞ്ച് ടെക് ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ നമ്മളുടെ വീഡിയോസ് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഇൻസ്റ്റാളേഷൻ ഞാൻ ചെയ്തിട്ടുള്ളത് വിർച്വൽ ബോക്സിലാണ്. ഇതൊരു ലീക്ക്ഡ് പ്രിവ്യൂ ആയതുകൊണ്ട് തന്നെ ഇതിൽ പല ബഗ്സും എല്ലാം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് മെയിൻ പി സിയിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും സ്പെയർ പി സികളിലോ അല്ലെങ്കിൽ വിർച്വൽ ബോക്സിലോ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. വിൻഡോസ് 11 മിനിമം സിസ്റ്റം റിക്വയർമെൻറ്റ്സ് പറയുകയാണെങ്കിൽ 4 GB റാം, 64 GB സ്റ്റോറേജ് സ്പേസ്, UEFI സപ്പോർട്ട് ചെയ്യുന്ന ഒരു മദർ ബോർഡ്, 64 ബിറ്റ് പ്രൊസസ്സർ. 32 ബിറ്റ് മാത്രം സപ്പോർട്ട് ചെയ്യുന്ന പ്രൊസസ്സറിൽ നമുക്ക് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ TPM ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം മൊഡ്യൂളിൻ്റെ ചിപ്പ് വേർഷൻ 2.0 നിർബന്ധമാണ്. ഡിസ്പ്ലേ 720p HD എങ്കിലും മിനിമം വേണം. മൈക്രോസോഫ്റ്റ് ചിലപ്പോൾ ഭാവിയിൽ മിനിമം സിസ്റ്റം റിക്വയർമെൻറ്റ്സ് മാറ്റിയേക്കാം. പക്ഷേ നിലവിൽ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ കോമ്പാറ്റബിൾ ആയിട്ടുള്ള സിസ്റ്റങ്ങൾ തന്നെ നമുക്ക് വേണം. അതായത് ബേസിക് സിസ്റ്റങ്ങളൊന്നും നമുക്കിപ്പോൾ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ സിസ്റ്റത്തിൽ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാൻ സപ്പോർട്ടഡ് ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. മൈക്രോസോഫ്റ്റിൻ്റെ ഒഫീഷ്യൽ സോഫ്റ്റ്വെയർ ആണ്. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം റൺ ചെയ്താൽ നമുക്കറിയാൻ കഴിയും. TPM ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം മൊഡ്യൂൾ എന്ന് പറയുന്നത് ഒരു ചിപ്പാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടർ പുതിയതാണെങ്കിൽ ബയോസിൽ ചിലപ്പോൾ ഡിസബിൾ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അത് ഓൺ ചെയ്താൽ നമുക്ക് വിൻഡോസ് 11 സപ്പോർട്ട് ചെയ്യും. നിലവിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളെല്ലാം സോഫ്റ്റ്വെയർ ലെവൽ സെക്യൂരിറ്റിയാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. വിൻഡോസ് 11 TPM നിർബന്ധമാക്കിയതോടുകൂടി ഹാർഡ്വെയർ ലെവൽ കൂടെ പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കുകയാണ്. വീഡിയോ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സ്ലോ ആയിട്ടാണ് ഇത് ലോഡ് ആവുന്നതൊക്കെ. വിൻഡോസ് 10 അപേക്ഷിച്ച് വിൻഡോസ് 11 കുറച്ചുകൂടെ വിഷ്വലി ഭംഗിയുണ്ട്. ആനിമേഷൻസൊക്കെ ഒന്നുകൂടെ സ്മൂത്തായിട്ടാണ് റൺ ചെയ്യുന്നത്. വിൻഡോസ് 11 ലോഡായി വന്നിട്ടുണ്ട്. ഒരുവിധം എല്ലാ ഏരിയയിലും ഒരു റൗണ്ടഡ് കോർണേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. വിൻഡോസ് 8 മുതൽ തുടങ്ങിയിട്ടുള്ള ഈ ഒരു സ്ക്വയർ കോർണേഴ്സ് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അതൊരു നല്ല മാറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് സ്റ്റാർട്ട് മെനു ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് മെനുവിൽ നമുക്ക് കാണാം ബേസിക് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ട്. ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പിന്നെ ആൻഡ്രോയിഡ് ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും നമുക്കിതിൽ റൺ ചെയ്യാം എന്നുള്ളൊരു ഫീച്ചർ കൂടെ ഇതിൽ അവർ ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് റീബൂട്ട് ചെയ്തതിന് ശേഷം സ്ക്രീൻ റെസൊല്യൂഷൻ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് ഒന്നുകൂടെ ലോഗിൻ ചെയ്യാം. വിഷ്വലി ഉള്ള ഈ മാറ്റങ്ങൾ വിൻഡോസ് 10 അപേക്ഷിച്ച് വിൻഡോസ് 11 നല്ലൊരു പുതുമ നൽകുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്റർ സൈഡിലുള്ള സ്റ്റാർട്ട് മെനു നമുക്കൊന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. വിൻഡോസ് 10 പോലെ ആക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ടാസ്ക് ബാർ സെറ്റിങ്സ്, അതിൽ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. നമുക്കത് ലെഫ്റ്റിൽ നിന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വിൻഡോസ് 10 പോലെയുള്ള സ്റ്റാർട്ട് മെനു നമുക്ക് ലഭിക്കും. പലർക്കും ചിലപ്പോൾ സെൻറ്ററിലുള്ള സ്റ്റാർട്ട് മെനു അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റാർട്ട് മെനു ആഡ് ചെയ്ത് കൊടുക്കാം. വിൻഡോസ് 11 ഡാർക്ക് മോഡ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വിൻഡോസ് 10 ഡാർക്ക് മോഡ് അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല. മൊത്തത്തിൽ സെറ്റിങ്സ് എല്ലാം ഡാർക്കായിട്ട് വന്നിട്ടുണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന മെനുവിലും ഡാർക്ക് കളർ തന്നെയാണ്. ഇനി നമുക്ക് ഫയൽ മാനേജർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആക്ഷൻ സെൻറ്ററിലും ബ്ലാക്ക് കളർ തന്നെയാണുള്ളത്. ഇനി നമുക്ക് എഡ്ജ് ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എഡ്ജ് ബ്രൗസറിലും ബ്ലാക്ക് കളറിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇപ്പോൾ ഒരു ബ്രേവ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് നോക്കാം. ബ്രേവ് ബ്രൗസറിനും മൊത്തത്തിൽ ബ്ലാക്ക് കളർ തന്നെയാണ് വന്നിട്ടുള്ളത്. ഡാർക്ക് മോഡും ലൈറ്റ് മോഡും സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വിൻഡോസ് 10 പോലെ തന്നെ പേഴ്സണലൈസിൽ നമുക്ക് കാണാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴും വരുന്നത് റൗണ്ടഡ് കോർണേഴ്സാണ്. നേരത്തെ റെക്റ്റാങ്കിളിൻ്റെ കോർണേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കമാൻഡ് പ്രോംപ്റ്റ് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ഇത് പവർ ഷെല്ലാണ്. പുതിയ ടാബുകൾ പോലെ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിഡ്ജറ്റിൻ്റെ ടാബ് ഒന്ന് നമുക്ക് നോക്കാം. വിഡ്ജറ്റിൻ്റെ ടാബ് ലോഡാവാൻ ടൈം എടുക്കുന്നുണ്ട്. എന്തോ ബാക്ക്ഗ്രൗണ്ട് കളർ പോലെ വന്നിട്ട് അത് ലോഡാവാതെ തന്നെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ ഇത് വിൻഡോസ് 10 പ്രിവ്യൂ വേർഷൻ ആയതുകൊണ്ട് തന്നെ ബഗ്ഗുകൾ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ എല്ലാ ഫീച്ചേഴ്സും ഇപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ വേറെ പി സിയിൽ ചിലപ്പോൾ ഇത് വർക്കിംഗ് ആയിരിക്കാം. സ്റ്റാർട്ട് മെനു ഓപ്പൺ ചെയ്ത് പെയിൻ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പെയിൻറ്റ് പഴയ പെയിൻറ്റ് തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ ലെജൻഡറി ഗെയിം ആയിട്ടുള്ള സോളിറ്റയർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാറ്റമില്ല, വിൻഡോസ് 10 സെയിം വെർഷൻ തന്നെയാണ്. സ്റ്റോറിലുണ്ടായിരുന്ന വെർഷൻ തന്നെയാണ് ഇൻസ്റ്റാൾ ആയിട്ടുള്ളത്. എക്സ്ബോക്സിൻ്റെ മെനു ഒക്കെ ഇപ്പോഴാണ് ലോഡ് ആവുന്നത്. മൊത്തത്തിലൊരു സ്ലോ ഉണ്ട്. ആക്ഷൻ സെൻറ്റർ നമുക്ക് കാണാം. റൗണ്ടഡ് കോർണേഴ്സ് താഴത്ത് കാണുന്നുണ്ട്. നോട്ടിഫിക്കേഷനും റൗണ്ടഡ് കോർണേഴ്സിലാണ് വരുന്നത്. നിങ്ങൾ വിൻഡോസ് 11 ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിർച്വൽ ബോക്സിൽ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക പരമാവധി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.